ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10 ക്വാളിറ്റീസ് ഓഫ് എൻ ഇൻട്രോവേർട്ട്. ബീയിങ് എൻ ഇൻട്രോവേർട്ട് എന്ന് പറയുന്നത് അത്ര മോശമുള്ള കാര്യമൊന്നുമല്ല. അല്ലാതെ ഈ എക്സ്ട്രോവേർട്ട് ആയാലേ എല്ലാവർക്കും ഇഷ്ടപ്പെടൂ അല്ലെങ്കിൽ അവർക്കാണ് കൂടുതൽ ക്വാളിറ്റീസ് എന്നുള്ള തെറ്റിദ്ധാരണ എല്ലാവർക്കും ഉണ്ട്. എക്സ്ട്രോവേർട്ട്സ് എന്ന് പറയുമ്പോൾ ആൾക്കാരുടെ കൂടെ ഇരിക്കാനും അല്ലെങ്കിൽ ഒരാളോട് സംസാരിക്കാനും ഒരു മടി കൂടാതെ ഒരു പേടി കൂടാതെ അവർക്ക് ആൾക്കാരുടെ കൂടെ ഇരിക്കാനും ചിലവഴിക്കാനാണ് അവർക്ക് ഇഷ്ടം. പക്ഷെ ഇൻട്രോവേർട്ടിന്റെ കേസ് ആണെങ്കിൽ ദേ ആർ വെരി കംഫർട്ടബിൾ പീപ്പിൾ. അല്ലെങ്കിൽ അവർക്കൊരു സോൺ ഉണ്ട്, അതിനുള്ളിൽ മാത്രമാണ് അവരായിട്ട് ജീവിക്കുക. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കാണാം എന്തൊക്കെയാണ് ആ 10 ക്വാളിറ്റീസ് ഓഫ് എൻ ഇൻട്രോവേർട്ട്. ഫസ്റ്റ് പോയിന്റ് ആണ് ദേ ആർ അനലിറ്റിക് തിങ്കേഴ്സ്. അവർ ഭയങ്കര ഒരു കാര്യം അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവർ നന്നായിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കും. അല്ലാതെ ഈ എക്സ്ട്രോവേർട്സിനെ പോലെ വേറൊരാളുടെ അടുത്ത് പോയി, എക്സ്ട്രോവേർട്സ് സാധാരണ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വേറൊരാളുടെ അടുത്ത് പോയിട്ട് അതിനെക്കുറിച്ച് എടാ ഞാൻ ഇങ്ങനെ ചെയ്താൽ ഓക്കെ ആയിരിക്കും, അങ്ങനെ ചെയ്താൽ ആയിരിക്കും എന്നൊക്കെ അവർ ചോദിക്കും. അവർക്ക് ഒരാളുടെ ഒപ്പീനിയൻ വേണ്ടി വരും. പക്ഷേ ഇൻട്രോവേർട്സിന്റെ കേസിലാണെങ്കിൽ അവർക്ക് ഒറ്റയ്ക്ക് ചിന്തിക്കാൻ പറ്റും. അവർക്കൊരു കാര്യം വന്നാൽ, ഒരു പ്രശ്നം മുന്നോട്ട് വന്നാൽ അവർ അതിനെക്കുറിച്ച് നന്നായിട്ട് ചിന്തിക്കും. ഇങ്ങനെ ചെയ്താൽ എന്തൊക്കെ സംഭവിക്കും, അതിൻ്റെ പ്രോൺസും കോൺസും ഒക്കെ അവർ ചിന്തിക്കും. അപ്പം ഈ ഇൻട്രോവേർട്സ് ഭയങ്കര അനലിറ്റിക് തിങ്കേഴ്സ് ആയിരിക്കും. കാരണം അവർ ജീവിതത്തിൽ പകുതി മുക്കാൽ സമയം അവർ ഒറ്റക്കായിരിക്കും. അപ്പം അവർ കുറച്ചും കൂടി ക്രിയേറ്റീവ് ആയിരിക്കും. അവരുടെ ചിന്തകൾ കുറച്ചും കൂടി ക്രിയേറ്റീവ് ആയിരിക്കും. അവർക്ക് ചിന്തിക്കാൻ ഒരുപാട് സമയം ഉണ്ടാവും. എക്സ്ട്രോവേർട്സിന്റെ കേസ് എന്ന് പറയുമ്പോൾ അവർ കുറച്ചും കൂടെ സോഷ്യലി കണക്റ്റഡ് ആയിരിക്കും. അപ്പം അവർക്ക് ഒറ്റയ്ക്ക് കിട്ടുന്ന സമയങ്ങൾ കുറവായിരിക്കും. പക്ഷേ ഈ ഇൻട്രോവേർട്സിനെ വെച്ച് നോക്കുമ്പോൾ അവർക്ക് ഒരുപാട് ഒറ്റയ്ക്ക് നിൽക്കാനുള്ള സമയം, അവർക്ക് ഒരുപാട് ചിന്തിക്കാനുള്ള സമയം, ആ ചിന്തയിലൂടെ ഭയങ്കര ക്രിയേറ്റീവായിട്ടുള്ള തോട്ട്സ് ഉണ്ടാക്കാൻ അവർക്ക് കഴിയും. പിന്നെ ഒരു കാര്യമാണ് അവർ ഭയങ്കര ലിസണേഴ്സ് ആയിരിക്കും. ഒരു ഗുഡ് ലിസണർ ആയിരിക്കും അവർ. കാരണം ഇപ്പം ഇൻട്രോവേർട്സിന്റെ കൂടെ ഇരിക്കുമ്പോൾ അവർക്ക് കൂടുതൽ കേൾക്കാനായിരിക്കും ഇഷ്ടം അവരുടെ കാര്യങ്ങൾ പറയുന്നതിനേക്കാളും. എക്സ്ട്രോവേർട്സിന്റെ കേസിലാണെങ്കിൽ അവർക്ക് കൂടുതൽ പറയാനായിരിക്കും ഇഷ്ടം. അവരുടെ ഫീലിങ്സ്, അവരുടെ ഓർമ്മകളൊക്കെ പറയാനായിരിക്കും അവർക്ക് ഇഷ്ടം. പക്ഷെ ഇൻട്രോവേർട്സിന്റെ കേസിൽ അവർക്ക് കേട്ടിരിക്കാനാണ് കുറച്ചും കൂടെ ഇഷ്ടം ഉണ്ടാവുക. അപ്പം ഒരു ഇൻട്രോവേർട്ടിന്റെ കൂടെ ഇരിക്കുമ്പോൾ നമുക്ക് ഒന്നും കൂടെ നമ്മളുടെ ഫീലിങ്സ് കുറച്ചും കൂടെ കണക്റ്റഡ് ആകും. കാരണം അവർ ഇമോഷണലി നമ്മളുടെ ഒരു ഇമോഷൻ നമ്മളിപ്പോൾ അവരുടെ അടുത്ത് പോയിട്ട് ഷെയർ ചെയ്യുകയാണെങ്കിൽ അവരത് ഇമോഷണലി കേൾക്കാനും അവർക്കത് ഉൾക്കൊള്ളാനും അതിനെ മനസ്സിലാക്കാനും ഉള്ളൊരു കഴിവ് അവർക്കുണ്ട്. അപ്പം ഇൻട്രോവേർട്സ് ഒരു ഗുഡ് ലിസണേഴ്സ് ആണ്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒരു എക്സ്ട്രോവേർട്ടിൻ്റെ കേസിലാണെങ്കിൽ അവർക്ക് ആരെങ്കിലും അടുത്തുനിന്ന് എന്തെങ്കിലും ചോദിക്കേണ്ടി വരും. എടാ ഞാൻ ഇങ്ങനെ ചെയ്താലും ഓക്കെ ആയിരിക്കും. അവർക്ക് ഭയങ്കര പേടിയായിരിക്കും. അവർക്ക് എന്തെങ്കിലും വേണ്ടി വരും. അവർക്കൊരു മോട്ടിവേഷൻ പോലെ ഒക്കെ എന്തെങ്കിലും അവർക്ക് വേണ്ടി വരും വേറൊരാളെടുത്തുനിന്ന്. പക്ഷേ ഒരു ഇൻട്രോവേർട്ടിന്റെ കേസിലാണെങ്കിൽ അവർക്ക് ആരുടെയും മോട്ടിവേഷൻ വേണ്ട എന്നതാണ് സത്യം. അവർക്ക് സത്യം പറഞ്ഞാൽ അവരെ തന്നെ മതി. കാരണം അവർ ഒറ്റയ്ക്ക് ഇരുന്ന് അവരുടെ ഒരു കംഫർട്ട് സോണിൽ അവർ ഹാപ്പി ആയതുകൊണ്ട് തന്നെ അവർക്ക് വേറെ ആരുമില്ല, അവർക്ക് അവർ തന്നെ എന്നുള്ളൊരു ചിന്ത അവരുടെ ഉള്ളിൽ അവർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടാവും. അപ്പം അവർക്ക് എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ വേണ്ട ആവശ്യമില്ല. കാരണം അവർ ഓൾറെഡി മോട്ടിവേറ്റഡ് ആണ്. അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ തന്നെ അവർക്ക് അവരെന്നെ മതി എന്നുള്ളൊരു തോട്ടുണ്ട്. പക്ഷേ എക്സ്ട്രോവേർട്സ് എന്ന് പറഞ്ഞാൽ അവർ ഡിപ്പെൻഡൻ്റ് ആണ്, വേറൊരാളിൽ ഭയങ്കര ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോൾ അവർക്ക് അവരുടെ വേറൊരാളടുത്ത് നിന്ന് അവർക്ക് അവരുടെ മോട്ടിവേഷൻ വേണം. അവർക്ക് ഒറ്റയ്ക്ക് മോട്ടിവേറ്റഡ് ആവാൻ കഴിയില്ല. ഈ പറഞ്ഞ പോലെ തന്നെയാണ് ഇൻട്രോവേർട്സ് എപ്പോഴും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. എക്സ്ട്രോവേർട്സിന്റെ കേസ് നമ്മൾ പറഞ്ഞു, അവർ ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. അവർക്ക് വേറൊരാൾ എപ്പോഴും വേണം, കൂടെ എപ്പോഴും ഒരാൾ വേണം. അവർ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ് അവർക്ക് കൂടുതലായിട്ട് വിഷമങ്ങൾ വരിക. ഇൻട്രോവേർട്സ് ആകുമ്പം അവർ ഇൻഡിപെൻഡൻ്റ് ആണ്, അവർക്ക് ഒറ്റയ്ക്ക് മതി. അവർ ഒറ്റയ്ക്ക് ഇരുന്നാൽ തന്നെ അവർ ഹാപ്പിയാണ്. വേറൊരാളുടെ കൂടെ ഇരിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ അവർ ഹാപ്പി അല്ലാതാവുക. അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരുടെ കൂടെ ഇരിക്കാൻ അവർ ഹാപ്പിയാണ്. അതിലുപരിയൊക്കെ അവർ ഒറ്റയ്ക്ക് ഇരിക്കുമ്പം അവർ വളരെ ഹാപ്പിയാണ്. അപ്പം അവർ ഭയങ്കര ഇൻഡിപെൻഡൻ്റ് ആണ്. പിന്നത്തെ ഒരു കാര്യമാണ് ഈ ഇൻട്രോവേർട്സിന് കൂടുതൽ സമയം കിട്ടും. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ക്രിയേറ്റീവ് തോട്ട്സും അല്ലെങ്കിൽ അവർക്ക് ഭയങ്കര അനലിറ്റിക് തിങ്കിങ് ഒക്കെ വരുന്ന അവർക്ക് കൂടുതൽ സമയമുണ്ട്. എക്സ്ട്രോവേർട്സിന്റെ കേസ് എന്ന് പറഞ്ഞാൽ അവർ സോഷ്യലി കണക്റ്റഡ് ആയതുകൊണ്ട് ഒരു രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് ഒരു 10 ആളുടെ മുമ്പിൽ ഇരുന്ന് സംസാരിക്കാനും ആൾക്കാരുടെ കൂടെ സമയം ചെലവഴിച്ച് അവർക്കുള്ളൊരു സമയം അവർക്ക് കിട്ടാതെ പോകും. പക്ഷേ ഇൻട്രോവേർട്സിന്റെ കേസിൽ എന്ന് പറഞ്ഞാൽ അവർക്ക് ഒറ്റയ്ക്ക് ഇരിക്കുന്നതുകൊണ്ട് തന്നെ അവർക്കായിട്ട് ഒരുപാട് സമയങ്ങളുണ്ടാവും. ഈ സമയം ഉള്ളത് കൊണ്ട് തന്നെയാണ് അവർ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുന്നതും അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇരിക്കാനും കൂടുതൽ നല്ല തോട്ട്സ് അവരുടെ മനസ്സിലൊക്കെ വരുന്നത്. അപ്പം ഇവർക്ക് ഒരുപാട് ടൈം ഉണ്ടായിരിക്കും. അത് അവരുടെ ഒരു ക്വാളിറ്റിയാണ്. പിന്നത്തെ ഒരു കാര്യമാണ് ഈ ഇൻട്രോവേർട്സ് ഒറ്റ അനുഭവം മതി. അവർ ഇഷ്ടപ്പെട്ട് അവർ വിശ്വസിച്ച ഒരു ഫ്രണ്ട് അവരൊന്ന് ചീറ്റ് ചെയ്യും, എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ അവർ ആ അനുഭവത്തിൽ നിന്ന് പഠിക്കും. പിന്നീട് ഒരാൾ അവർ വീണ്ടും അവരുടെ ജീവിതത്തിലോട്ട് കയറ്റുമ്പോൾ അവരൊന്നും കൂടെ നന്നായിട്ട് ആലോചിക്കും. അവർ അനുഭവങ്ങളിൽ അവർ നന്നായിട്ട് പഠിക്കും. പക്ഷെ എക്സ്ട്രോവേർട്സിന്റെ കേസാണെങ്കിൽ അവർ പെട്ടെന്ന് എല്ലാവരും വിശ്വസിച്ച് കാരണം ആൾക്കാരായിട്ട് നന്നായിട്ട് മിങ്കിൾ ചെയ്യുന്നവരാണ്. അപ്പോൾ അവർ ഒന്ന് കിട്ടിയാലും 2 കിട്ടിയാലും അവർ പഠിക്കില്ല. പക്ഷേ ഇൻട്രോവേർട്സിന്റെ കേസിലാണെങ്കിൽ അവർ അനുഭവങ്ങളിൽ നിന്ന് വേഗം കാര്യങ്ങളെ ഉൾക്കൊണ്ട് അതിനെ പഠിക്കും. പിന്നീട് ആ ഒരു തെറ്റ് വരുത്താതിരിക്കാൻ അവർ ശ്രമിക്കും. പിന്നത്തെ ഒരു കാര്യം പറഞ്ഞ പോലെ തന്നെ ഇൻട്രോവേർട്സ് വളരെ സെലക്റ്റീവ് ആയതുകൊണ്ട് തന്നെ
അവർ സെലക്ട് ചെയ്യുന്ന ഫ്രണ്ട്സും ഭയങ്കര വാല്യുബിൾ ഫ്രണ്ട്സ് ആയിരിക്കും. അവർക്ക് ഉണ്ടാവുന്ന ഫ്രണ്ട്സ് വളരെ ട്രഷർ ചെയ്യാൻ പറ്റുന്ന വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ആയിരിക്കും അവരുടെ കൂടെ ഉണ്ടായിരിക്കുക. എക്സ്ട്രോവേർട്സിന് ഒരുപാട് ഫ്രണ്ട്സ് ഉള്ളതുകൊണ്ട് അതിൽ ആരാണ് വാല്യുബിൾ എന്ന് അവർക്ക് പോലും തിരിച്ചറിയാൻ പറ്റില്ല. പക്ഷെ ഇൻട്രോവേർട്സ് വളരെ സെലക്റ്റീവ് ആയതുകൊണ്ട് അവർക്ക് ഉള്ള ഫ്രണ്ട്സ്, അവരുടെ കൂടെയുള്ള ആൾക്കാർ വളരെ വാല്യുബിൾ ആയിട്ടുള്ള, അവരെ വളരെ വാല്യൂ ചെയ്യുന്ന ഒരാളായിരിക്കും. അപ്പൊ ഈ പറഞ്ഞ ക്വാളിറ്റീസ് എല്ലാം ഇൻട്രോവേർട്സിന് ഉണ്ടാവും. നമ്മളുടെ സക്സസ്ഫുൾ ആൾക്കാരെ ഇപ്പം പറഞ്ഞ പോലെ ബറാക് ഒബാമ, സ്റ്റീവ് ജോബ്സ്, ബിൽ ഗേറ്റ്സ്, ഇവരെല്ലാവരും എടുത്തു നോക്കി ഇവരൊക്കെ ഇൻട്രോവേർട്സ് ആണ്. കാരണം ഇവർക്ക് കുറച്ചും കൂടി നമ്മൾ കമ്പാരിറ്റീവ്ലി എക്സ്ട്രോവേർട്സ് സക്സസ്ഫുൾ ആവില്ല എന്നല്ല കേട്ടോ പറയുന്നത്. പക്ഷെ ഒരു പെർസെൻറ്റേജ് കൂടുതലുള്ളത് ഇൻട്രോവേർട്സിനാണ്. കാരണം അവർ ഒറ്റയ്ക്ക് സമയം ചെലവഴിച്ച് അവർ എന്താണെന്ന് അവർ ചിന്തിച്ച് അവരുടെ ഉള്ളിലെ സ്കില്ലിലും ക്രിയേറ്റീവിലും അവർ കുറച്ചും കൂടെ മെച്ചപ്പെട്ട് അവരെടുക്കുന്ന കാര്യങ്ങളെ കുറച്ചും കൂടെ വാല്യുബിൾ ആയിട്ട് എടുത്ത് അങ്ങനെ വളരെ സെലക്റ്റീവ് ആയിരിക്കും അവർ. അപ്പോൾ കുറച്ചും കൂടി ഒരു സക്സസ് റേറ്റ് കാണുന്നത് ഇൻട്രോവേർട്സിലാണ്. അപ്പം ഇതൊക്കെയാണ് ഇൻട്രോവേർട്സിൻ്റെ ക്വാളിറ്റീസ്. അപ്പം ഇൻട്രോവേർട്ട് ആണെന്ന് വിചാരിച്ച് ആരും മോശമാണെന്നല്ല, എക്സ്ട്രോവേർട്ട് ആണെന്ന് വിചാരിച്ചും ആരും മോശമാണെന്നല്ല. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.